ഹായ് ഹലോ എല്ലാവർക്കും വീട്ടു ഫാമിലി വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഓർമ്മ പുതുക്കൽ കൂടിയാണ്. കഴിഞ്ഞു പോയ കൊറോണ കാലം ഉണ്ടല്ലോ, എല്ലാവരെ പോലെ ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടുണ്ടാക്കിയ ഒരു കാലം കൂടിയായിരുന്നു കേട്ടോ ആ കൊറോണ കാലം. ആ സമയത്ത് ഞങ്ങളുടെ രണ്ടുപേരുടെ ജോലി പോയി, അങ്ങനെ ഒരുപാട് ഫാമിലി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായ ഒരു സമയം കൂടിയായിരുന്നു കേട്ടോ അത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്തെന്ന് വെച്ചാൽ, ആ സമയത്ത് നമുക്ക് നല്ല മീൻ കിട്ടുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പം നമ്മുടെ വീട്ടിലെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മീൻ ആവശ്യമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. എല്ലാവർക്കും ചോറിൻ്റെ കൂടെ മീനില്ലെങ്കിൽ ആർക്കും ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇതായിരുന്നു. അപ്പം മെയിനായിട്ട് ഞങ്ങൾ കുറേ നാളൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോയി കേട്ടോ. പക്ഷെ നമ്മുടെ മോന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ അവന് കുറച്ച് മീൻ, നല്ല മീൻ എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയാതെ ഞങ്ങളിങ്ങനെ ഒരു ദിവസം രാവിലെ ഇങ്ങനെ വണ്ടിയിൽ ഇങ്ങനെ പോയതാണ് കേട്ടോ. അപ്പോൾ ശംഖുമുഖം വഴി ഞങ്ങളിങ്ങനെ വലിയ വേളിയിൽ കയറിയപ്പോൾ ഞങ്ങൾ കുറച്ച് അമ്മച്ചിമാരൊക്കെ കുട്ടയിൽ നിറയെ മീനൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവരൊരു ചെറിയൊരു ഇടനാഴി വഴി കൂടെയാണ് വരുന്നത് കണ്ടത്. അപ്പോൾ ഇവർ അത് എവിടെ നിന്നാണ് മീൻ മേടിച്ചുകൊണ്ട് വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞങ്ങൾ അവരുടെ പുറകെ പോയി കേട്ടോ. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ സ്ഥലം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ആ മീൻ, നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന ആ സ്ഥലത്തോട്ടാണ് കേട്ടോ. ഞങ്ങൾ ഇന്ന് രാവിലെ പോകുന്നത്. കുറേ നാളായിട്ടോ ഞങ്ങൾ ഇവിടെ വന്നിട്ട്. അപ്പോൾ ഇന്ന് ഞങ്ങൾ വരുന്നതിന് ഒരു പ്രത്യേക ലക്ഷ്യമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞങ്ങൾ മാന്തൽ എന്ന് പറയുന്ന ഒരു മീൻ തേടിയാണ് കേട്ടോ വന്നത്. ആ സമയത്ത് കൊറോണ കാലത്ത് ഞങ്ങൾ വന്ന സമയത്ത് ഒരുപാട് മാന്തലിൻ്റെ ചാകര തന്നെ ഇവിടെ ഉണ്ടായിരുന്നേ. അപ്പം ഞങ്ങൾ ആദ്യമായിട്ടാണ് ആ മാന്തൽ എന്ന് പറയുന്ന മീൻ ഇവിടെ നിന്നാണ് ഞങ്ങൾ മേടിക്കുന്നതും ഫ്രൈ ചെയ്തൊക്കെ നോക്കുന്നതും. പക്ഷെ ഭയങ്കര അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ അത് ഇപ്പം നമുക്ക് ഇവിടെ നാട്ടിലൊന്നും കിട്ടാനില്ല. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ ഇവിടെ വന്ന് അത് മേടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഇന്ന് രാവിലെ ഇവിടെ തിരിച്ചത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ആ മാന്തലൊക്കെ നിറയെ ഉണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര വിലയായിരുന്നേ. കാരണം എപ്പോഴത്തെക്കാട്ടി ഇന്ന് മീൻ ഭയങ്കര കുറവായിരുന്നു. കുറച്ച് മീനേ ഉള്ളൂ. ഇവിടെ വഞ്ചിക്കാരാണ് കേട്ടോ മീൻ പിടിക്കാൻ പോകുന്നത്. ഇവിടെ വഞ്ചിയിലാണ് അവർ മീനൊക്കെ പിടിച്ചുകൊണ്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് മീനേ കാണത്തുള്ളൂ. അപ്പോൾ ആ മീൻ ഇവിടെ തന്നെ വച്ചിട്ട് അവിടെയുള്ള അമ്മൂമ്മമാരൊക്കെയാണ് ലേലം വിളിക്കുന്നത്. ലേലം വിളിച്ച് അവർ പിടിച്ച് കൊണ്ടുപോകുന്നതാണ്. അതാണ് അവർ വീടുകളിലൊക്കെ കൊണ്ടുപോകുന്നത്. പക്ഷെ നല്ല അടിപൊളി മീനാണ്, ഫ്രഷ് മീനാണ്. അപ്പോൾ ഇവിടുത്തെ ഈ ഞണ്ടൊക്കെ കിടക്കുന്ന ഞണ്ടെല്ലാം ജീവനുള്ള ഞണ്ടാണ്. അങ്ങനെ ഞങ്ങൾ മാന്തലിനാണ് വന്നെങ്കിലും മാന്തൽ മേടിച്ചില്ല. മാന്തലിന് ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അത് മേടിച്ചില്ല. വൈശുവിന് ഏറ്റവും ഇഷ്ടമുള്ള മീൻ ഞണ്ടാണ്. അപ്പം ഞണ്ട് ഞങ്ങൾ മേടിച്ചുകൊണ്ട് പോയി. ഞങ്ങളൊരു 200 രൂപയ്ക്ക് ഞണ്ട് മേടിച്ചോളൂ. അപ്പോൾ കുഴപ്പമില്ലാതെ ഞണ്ട് കിട്ടി കേട്ടോ. അപ്പോൾ ഈ മാന്തലൊക്കെ ഈ അമ്മച്ചിയാണ് കേട്ടോ ലേലം വിളിച്ചെടുത്തത്. പക്ഷേ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കിയപ്പോൾ നമുക്ക് ഭയങ്കര വിലയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ മേടിച്ചില്ല. അപ്പോൾ ഇങ്ങനെയാണ് ലേലം വിളിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങനെ ലേലം വിളിക്കും. അത് ഓരോ അമ്മച്ചിമാരിങ്ങനെ കൊണ്ടുപോകും. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഞണ്ട് മാത്രമേ മേടിച്ചോളൂ. ഈ ഞണ്ടും മേടിച്ചോണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ തിരിച്ചു വരുന്ന സമയത്ത് ഇവിടെ നിന്ന് എന്നെ ലേലം വിളിച്ച് വാങ്ങിച്ചോണ്ട് പോകുന്ന അമ്മച്ചിമാർ ആ റോഡ് സൈഡിലായിട്ട് കുറച്ച് മീൻ ഇങ്ങനെ ഇതുപോലെ ഫ്രഷ് മീൻ കൊണ്ട് വച്ചേക്കേ. അപ്പം ഞങ്ങൾ അവിടെ നിന്നും കൂടെ കുറച്ച് മീൻ മേടിച്ചായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, കാണിച്ചു തരാവേ. ഒന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ ഇത്രയും ദൂരം വന്നേയല്ലേ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം കടപ്പുറത്തൂടെ ഞങ്ങൾ രണ്ടുപേരും കൂടെ നടന്നു കേട്ടോ. അപ്പോഴാണ് ഈ ചേട്ടനെ കണ്ടത്. ഈ ചേട്ടൻ ചൂണ്ടയിടാണ് കേട്ടോ. ഇവിടെ തന്നെ ചൂണ്ടയിട്ട് മീൻ പിടിക്കുന്നതുണ്ട് കേട്ടോ. പക്ഷെ മീനൊന്നും കണ്ടില്ല. ആൾ നേരത്തെ മീനൊക്കെ പിടിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെ ചൂണ്ടയിട്ടിട്ടാണ് കേട്ടോ ഇവിടെ നിന്ന് പിടിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടേക്ക് കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു പോയി. എവിടെയെങ്കിലും വലക്കാർ മീൻ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ മേടിക്കാമെന്ന് വിചാരിച്ച് കുറച്ച് നേരമൊക്കെ നിന്ന് കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയം കൊള്ളില്ല എന്നറിയില്ല. അതാ കുറച്ച് ലേറ്റായി പോയോന്നും അറിയില്ല. മീൻ കുറവായിരുന്നു. ഇന്ന് പൊതുവേ മീൻ കുറവായിരുന്നു. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിന്ന് പിടിച്ചിട്ട് പോകുന്ന മീൻ കുറച്ച് അമ്മച്ചിമാർ ഈ സൈഡിലായിട്ട്, ഈ ജംഗ്ഷനിലായിട്ടാണ് കേട്ടോ ഇരുന്ന് വിൽക്കുന്നത്. ഞങ്ങൾ അന്ന് വന്ന സമയത്തൊക്കെ ഇവിടെ നിന്നും മീൻ മേടിച്ചിട്ടുണ്ട്. ആ ഒരു ഓർമ്മ വെച്ചിട്ട് ഞങ്ങൾ ഈ ജംഗ്ഷനിൽ വന്ന് നോക്കിയപ്പം ഒരുപാട് മീനുണ്ടായിരുന്നു. അങ്ങനെ ഇത് തേടെന്ന് പറഞ്ഞ ഒരു ചെറിയ മീനാണ്. തേടെന്നുള്ള മീൻ ഞങ്ങൾ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് ഉണ്ടാവോ ഇല്ലേന്ന് അറിയാത്തതുകൊണ്ട് ഞങ്ങൾ മേടിച്ചില്ല. പക്ഷേ ഇതിൻ്റെ മുട്ട ഞങ്ങൾ കഴിച്ചിട്ടുണ്ട് കേട്ടോ. പണ്ട് അച്ഛൻ ഒരുപാട് ഇങ്ങനെ മേടിച്ച് തന്നിട്ടുണ്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അങ്ങനെ ഞാൻ ഇവിടുത്തെ അമ്മച്ചിയുടെ കയ്യിൽ നിന്ന് കുറച്ച് മാന്തൽ മേടിച്ചേ. മാന്തൽ ഇവിടെയും വില കൂടുതലായിരുന്നു. ഒരു 200 രൂപയ്ക്ക് മാന്തൽ മേടിച്ചു. അങ്ങനെ മാന്തലും മേടിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് വരികയാണ് കേട്ടോ. അങ്ങനെ മീനും മേടിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് ഞണ്ടിന് ജീവൻ ഉണ്ടോ എന്ന് അമ്മ നോക്കുന്നതാണ് കേട്ടോ ഇത്. അപ്പോൾ അമ്മ വീഡിയോയുടെ ഫ്രണ്ടിലോട്ട് വരത്തില്ല. അപ്പോൾ അമ്മ മീനൊക്കെ ഇവിടെ തട്ടി നോക്കുന്നുണ്ട്. നല്ല റേറ്റിനാണോ കിട്ടിയെന്ന് അറിയാനാണ്. അപ്പോൾ ഞാൻ മേടിച്ചത് 200 രൂപയ്ക്ക് ഇത്ര ഞണ്ടാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. അപ്പം ഒരുപാടില്ല, കുറച്ച് ഞണ്ടേ ഉള്ളൂ. എന്നാലും ഫ്രഷ് ആയതുകൊണ്ട് ഞങ്ങൾ മേടിച്ചതേ ഉള്ളൂ. അപ്പോൾ ഈ ഞണ്ടിന് ഇപ്പോഴും ജീവനുണ്ട്. ഈ മാന്തലിന് നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കൂടെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് കാണണേ. അപ്പോൾ നല്ലൊരു അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.